തന്നെ ഈ കൊച്ചിയിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വാർത്ത വരുന്നുണ്ട്. കുട്ടിയെ സ്കൂൾ മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു രക്ഷിതാക്കൾ എന്നതാണ്. വിഷയത്തിന് വലിയ രാഷ്ട്രീയ മാനം കൈവന്ന സാഹചര്യത്തിലാണ് രക്ഷിതാക്കളുടെ തീരുമാനം. നവമി ദിനേശ് നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നവമി, ഇതൊരു നിർണായകമായ നീക്കത്തിലേക്കാണല്ലോ ഈ കുടുംബം ഇപ്പോൾ കടന്നിരിക്കുന്നത്. ആര്യ, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കുട്ടിയുടെ പിതാവ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. കുട്ടിയെ മറ്റേതെങ്കിലും സ്കൂളിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നും TC വാങ്ങുന്നു. തങ്ങൾക്ക് കുടുംബത്തിനടക്കം വലിയ മാനസിക സമ്മർദ്ദമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായത്. അതോടൊപ്പം ചില രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും വർഗീയ ധ്രുവീകരണത്തിനും അല്ലെങ്കിൽ തങ്ങളുടെ മേൽ വലിയ രീതിയിൽ ഒരു പഴി ചാരുന്ന രീതിയിലേക്ക് വരുന്നതും തങ്ങളെ മാനസികമായി വളരെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തലമറച്ച് സ്കൂളിലേക്ക് വരണമെന്ന തന്റെ മകളുടെ മൗലിക അവകാശത്തെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ സർക്കാരുമൊക്കെ അനുകൂലമായാണ് പ്രതികരിച്ചത്. പക്ഷേ അതിൽ ഈ സ്കൂളിന്റെ തീരുമാനമാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും വേദനിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം PTA പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ വർഗീയ ഇടപെടൽ തങ്ങളുടെ മകൾക്കും കുടുംബത്തിനും വലിയ മാനസിക സമ്മർദ്ദമാണ്, ആഘാതമാണ് ഉണ്ടാക്കിയത്. ഇനിയും അതോടെ ദുർവാശിയും ദുരഭിമാനവും മാറ്റിവെച്ച് മറ്റു കുട്ടികളുടെ പഠനം തടസ്സപ്പെടാതെ മുന്നോട്ട് പോകാൻ സ്കൂൾ അധികൃതർ ഇനിയെങ്കിലും തയ്യാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുട്ടിയുടെ പിതാവ് പറയുന്നത്. നാട്ടിലെ സമാധാനം തകർക്കാൻ ഞങ്ങളുടെ പേര് ദുരുപയോഗം ചെയ്യുന്നതിൽ നിന്നും സ്കൂൾ അധികൃതരും PTAയും മറ്റ് തൽപര കക്ഷികളും പിന്മാറണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു എന്നതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. എന്തായാലും മകൾ ഷോൾ ധരിച്ചു വരുന്നത് മറ്റു കുട്ടികൾക്ക് ഭയം ഉണ്ടാക്കുമെന്നത് സമാനമായ വേഷം ധരിച്ച കന്യാസ്ത്രീകളായ അധ്യാപകർ പറഞ്ഞത് മകളെ അങ്ങേയറ്റം തളർത്തി എന്നുകൂടി പിതാവ് സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ മുതൽ തന്നെ ഈ ഒരു അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. കുട്ടിയെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുന്ന അല്ലെങ്കിൽ കുട്ടിയുടെ TC വാങ്ങാനായിരിക്കും കുടുംബം തീരുമാനിച്ചിരിക്കുന്ന എന്ന വിവരം അറിഞ്ഞിരുന്നു. പക്ഷെ അത് സ്ഥിരീകരിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ അത് പുറത്തേക്ക് പറയാതിരുന്നത്. എന്തായാലും കഴിഞ്ഞ 2-3 ദിവസമായി കുട്ടിക്ക് പരീക്ഷയുണ്ടായിരുന്നു. അതിൽ പോലും ഹാജരായില്ല. സ്കൂളിൽ നിന്നും വിളിക്കുമ്പോൾ കുട്ടി ചില ശാരീരിക അസ്വസ്ഥതകളുണ്ട് അല്ലെങ്കിൽ കുട്ടിക്ക് കുറച്ച് അസുഖമുണ്ട്, അതുകൊണ്ട് വരുന്നില്ല എന്ന് തന്നെയാണ് കുട്ടിയും കുട്ടിയുടെ സഹോദരിയെയും സ്കൂളിലേക്ക് വിട്ടിരുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ എന്തായാലും ആ ഒരു വിഷയത്തിൽ കുട്ടിക്ക് സ്കൂളിൽ നിന്നും TC വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് പോകാൻ പിതാവ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ സ്കൂൾ മാനേജ്മെന്റ് ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടുമ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളെ ഇതിന് ഒരു സൂചന പോലും പിതാവ് നൽകിയിട്ടില്ല. എന്തായാലും ഇനി എന്തെങ്കിലും ഒഫീഷ്യലായി തന്നെ മാനേജ്മെന്റിനെ അറിയിക്കുമോ എന്നാണ് അവരും കാത്തിരിക്കുന്നത്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്. കൊച്ചി ഹിജാബ് വിവാദത്തിൽ കുട്ടിയെ സ്കൂൾ മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു രക്ഷിതാക്കൾ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സ്കൂളിനെ ഔദ്യോഗികമായി സമീപിച്ചിട്ടില്ല. വരും മണിക്കൂറിൽ അത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.